കമ്മിറ്റിയിൽ ആരെങ്കിലും ആണെങ്കിലേ അവിടെ ഓഡിയൻസിൻ്റെ ഇടയിൽ ഇരിക്കാൻ പറഞ്ഞേ പ്ലീസ്. ചേട്ടാ സ്റ്റേജ് അവിടെ ഇരിക്കാം. അവിടെയാണ് ഇരിക്കേണ്ടത്. ഓഡിയൻസൊക്കെ അവിടെയാണേ എല്ലാവരും. അപ്പം ഓഡിയൻസൊക്കെ അവിടെയാണേ ചേട്ടാ. അവിടെ ഇരുന്നാൽ ഏടോ ഞാൻ വിശിഷ്ടാതിഥിയാണ്, ഉദ്ഘാടകനാ. ആരാ പറഞ്ഞ നിങ്ങൾ വിശിഷ്ടാതിഥിയാന്ന്? ഇന്നിവിടെ ഗിരീഷ് വിളിച്ചാണല്ലോ. ഏത് ഗിരീഷ്? ഞാൻ പോനെ വിളിച്ചിട്ടോ ഫോൺ എടുക്കില്ല, കട്ടായിക്കളാ. എന്താ കട്ടായിക്കാൾ നിങ്ങൾ ഒഴിവാക്കിയിരിക്കും എങ്ങനെയെങ്കിലും. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇത്രയും നല്ലൊരു ഓണാഘോഷ പരിപാടിയൊക്കെ നടക്കുമ്പോൾ കുമ്മായത്തിലൊക്കെ വീണിട്ട് ഇവിടെ സ്റ്റേജിൽ വന്നിരിക്കുക. ഏടോ എന്തൊക്കെയാടാ പറയുന്നത്? ഞാൻ വിശിഷ്ടാതിഥി എന്നോട് പറഞ്ഞില്ലേ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് എനിക്ക് മനസ്സിലായി. നിങ്ങളെ വിശിഷ്ടാതിഥി നിങ്ങളാണ് തീരുമാനിക്കുക. നിങ്ങൾ എന്താ ഇവിടെ വന്ന്? ഞാൻ പിന്നെ എനിക്ക് പിന്നെ ഇവിടേക്ക് വരാൻ വിസയും ടിക്കറ്റ് ഒന്നും വേണ്ടല്ലോ. ഇവിടേക്ക് വരാൻ വേണ്ട? ഓസ്ട്രേലിയക്ക് വരാൻ എനിക്ക് ലോകത്ത് ഒരു സ്ഥലത്തേക്കും പോകാൻ വിസയും ടിക്കറ്റും വേണ്ട. ലോകത്തെ വേണ്ടേ? എന്താ ലോകത്തിന് വേണ്ടാത്തത്? ഞാൻ ഇവിടെ എല്ലാ സ്ഥലത്തും ഞാനാണുള്ളത് വാങ്ങിക്കൊടുത്തേ. ലോകത്ത് മൊത്തം സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്ത് ഞാനാണല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ബ്രിട്ടീഷുകാർ ഇന്ത്യ നമ്മുടെ ഭരിച്ച്, അപ്പൊ അതേപോലെ തന്നെ ഈ എല്ലാ രാജ്യങ്ങളും കൂടെ ഭരിക്കണമെങ്കിൽ ഇവിടെ ആരാ ഉള്ളത്? എന്ത് ഈ മൊത്തം രാജ്യങ്ങൾ സ്വാതന്ത്ര്യം പഠിച്ചത് അവരെ വേറെ ആള് ഭരിക്കാൻ വേണ്ടേ? ആരാ ഭരിച്ചത്? അന്യഗ്രഹജീവി. അന്യഗ്രഹജീവി. അന്യഗ്രഹ ജീവികൾ ഭരിക്കായിരുന്നു ഇവിടെ. ഓരങ്ങളാണ് ഇവിടുന്ന് ഓടിച്ചത്. ഞാനാ ഓടിച്ചവരൊക്കെ. ശരി. അയ്യോ ഒന്നും പറയണ്ട. ഞാനാണെങ്കിൽ ഇവിടുന്ന് വരിക. എവിടുന്ന്? ഡൽഹിന്ന്. ഡൽഹിയിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പോകണല്ലോ. എന്താ കാര്യം? ഡൽഹിയിൽ ഞാൻ ഇപ്പം മുഖ്യമന്ത്രി അല്ല പ്രധാനമന്ത്രി ആയിട്ട് അവിടെ ആരാന്നും കൂടി അറിയില്ല. പ്രധാനമന്ത്രി ആയിട്ട് ചർച്ച ഉണ്ടായിരുന്നു. എന്താ ചർച്ച? ബൈപ്പാസ് കഴിഞ്ഞല്ലോ. എത്ര ബ്ലോക്ക് ഉണ്ടായിരുന്നു? എന്ത് ബൈപ്പാസ് ചെയ്തിട്ട്? ബൈപ്പാസ് അല്ലടോ, കേരളത്തിൽ ഇപ്പൊ ഞാൻ ബൈപ്പാസ് കൊണ്ടുവന്നല്ലോ. നിങ്ങൾ കൊണ്ടുവന്നതാ? ഞാനാ കൊണ്ടുവന്നേ. ബൈപ്പാസോ? അതറിയാണ്ട് മലപ്പുറം ഭാഗത്തൊക്കെ നാളെ മൊത്തം പൊളിഞ്ഞുണ്ട്. ആ പൊളിഞ്ഞതിന്റെ ഒരു കാര്യം പറയാൻ വേണ്ടിട്ട് അപ്പൊ ഡൽഹി പോയിനെ. അന്ന് പറയണ്ട. ഡൽഹിയിൽ പിന്നെ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ താജ്മഹലിലാണല്ലോ താമസിക്കല്. അതെങ്ങനെയാ? താജ് ഹോട്ടലിലായിരിക്കും. താജ് ഹോട്ടൽ ഏതാ താജ്മഹൽ ഏതാന്ന് ഇന്നെ പഠിപ്പിക്കണ്ട കേട്ടോ, പറഞ്ഞു നിൽക്കാം. താജ്മഹലിൽ ആള് താമസിക്കൂലെന്ന്. താജ്മഹലിന്റെ കഥ അറിയാം എനിക്ക്. എന്ത് കഥ? ഈ താജ്മഹലിന്റെ കഥ എന്ന് പറഞ്ഞ താജ്മഹലിന്റെ ഒരു കഥ ഉണ്ട്. ഇതിന്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പണ്ട് ഞാൻ കേരളത്തിൽ സ്വാതന്ത്ര്യം മറ്റേ ബ്രിട്ടീഷുകാരായിട്ട് പ്രശ്നം നടത്തിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്കൊരു കുതിര സന്ദേശം. കുതിര സന്ദേശം? കുതിരപ്പുറത്തൊരു കത്ത്. അപ്പൊ ഞാൻ കത്തെടുത്ത് വായിച്ചു നോക്കിയപ്പോ അർജന്റ് ഇമ്മീഡിയറ്റ്ലി ഫ്രം ഷാജഹാൻ. ഷാജഹാൻ നല്ല വിദ്യാഭ്യാസം ഉണ്ടെന്ന് തോന്നുന്നു. ഇംഗ്ലീഷൊക്കെ അത്രയും കറക്റ്റാണ്. അങ്ങനെ ഞാൻ അപ്പൊ തന്നെ ആ കുതിരപ്പുറത്ത് കയറിയിട്ട് ഡൽഹിക്കാണ്ട് പോയി. അതിൽ തന്നെ പോയി. അവിടെ ചെന്നപ്പോ അവിടെ വലിയൊരു സമ്മേളനം നടത്തിയ. എന്ത് സമ്മേളനം? ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട്. വല്ലഭായി, താന്തിയത്തോപ്പി, മങ്ങാട്ടച്ചൻ, പെരുന്തച്ചൻ, പാലിയത്തച്ചൻ, ഔസേപ്പച്ചൻ, പള്ളിയിലച്ചൻ, അങ്ങനെ ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട്. എന്താ പരിപാടി? എന്താ അറിയ സംഭവം? ഷാജഹാന്റെ പെണ്ണുങ്ങൾക്ക് ഒരു പുര ഉണ്ടാക്കണം. പുരയോ? വീട് അതന്നെ ഉണ്ടാക്കണം. അതിന്റെ പ്ലാൻ എഴുത്തച്ഛനൊക്കെ ഉണ്ട് കേട്ടോ. പ്ലാൻ പ്ലാൻ ചെയ്യില്ല. മൂപ്പര് ഇങ്ങനെ എഴുതി കൊണ്ടിരിക്കുക. പ്ലാനായില്ല. പിന്നെ പെരുന്തച്ഛൻ ഉണ്ട്. ഞാൻ ചെന്നപ്പോ തന്നെ പെരുന്തച്ഛന് കോംപ്ലക്സ് അടിച്ചു. അതിന് അങ്ങനെയാണല്ലോ, ഒരു കോംപ്ലക്സിന്റെ ആളാണല്ലോ പെരുന്തച്ഛൻ കോംപ്ലക്സ്. അതങ്ങനെയാണ് ഉണ്ടായത്. അങ്ങനെ അപ്പൊ സംഭവം ഇതാണ്, പ്ലാൻ വരയ്ക്കണം. ഞാൻ അപ്പൊ തന്നെ എന്ത് ചെയ്ത് ഒരു കടലാസ് എടുത്ത് 5 മിനിറ്റ് കൊണ്ട് വരച്ച് അടിയിൽ പേരും എഴുതി. കണാരൻ നല്ലടോ, താജ്മഹൽ. ശരി, അങ്ങനെയാണ് താജ്മഹൽ ഉണ്ടായത്. അന്ന് ഷാജഹാൻ എൻ്റെ അടുത്ത് ഒരൊറ്റ വാക്ക്, ഡൽഹിയിൽ വന്നാൽ എവിടെയേ താമസിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ശരി, നിങ്ങൾ വേറെ എവിടെയൊക്കെ പോയിക്കോ, അല്ലെങ്കിൽ പക്ഷെ കിടക്കാൻ അങ്ങോട്ട് വരണമെന്ന്. ഇവിടെ കിടക്കാൻ അങ്ങനെ അവിടെയാ അപ്പൊ നിക്കലി. ഇങ്ങോട്ട് വന്ന വരുന്ന വൈക്ക് മോനെ, ഞാൻ പഠിപ്പിച്ചൊരു ചെക്കനാ വിമാനം ഓടിക്കണേ, പൈലറ്റ്. അപ്പൊ ഞാൻ ഇവനോട് പറഞ്ഞു, ഈ ഒരു കാര്യം ചെയ്യും, ഇത് വിമാനം ഈ മറ്റേ ചൈന വൻമതിലിന്റെ മുകളിൽ കൂടി വിട്ട് ഞാൻ കണ്ടില്ല. ചൈന വൻമതിൽ ഞാൻ കണ്ടില്ലല്ലോ. അങ്ങനെ ഇപ്പം ചൈന വൻമതിലിന്റെ മുകളിൽ കൂടി വിമാനം വിട്ട് ഈ വൻമതിലിന്റെ മുകളിൽ എത്തിയപ്പോ വിമാനം നിന്നുപോയി. ആകാശത്ത് നിന്നുപോയി. നിങ്ങൾ എന്ത് ചെയ്ത്? ഒരൊറ്റ കുട്ടിക്ക് ഇറങ്ങി നോക്കാനുള്ള ധൈര്യമില്ല. ഇറങ്ങി നോക്കാത്ത ബസ്സല്ലല്ലോ, വിമാനല്ലേ. അവസാനം ഞാൻ എന്ത് ചെയ്ത്, ബാക്കിലെ ഡോറ് തുറന്ന് പുറത്തിറങ്ങി. നിലത്തേക്ക് വീണൂലേന്ന്? ഏടാ, ഞാൻ നോക്കുമ്പോ ഒരു മേഘം ഇങ്ങനെ കട്ട പിടിച്ച് നിൽക്കുന്നുണ്ട്. ഞാൻ ചവിട്ടി നോക്കി, നല്ല ഉറപ്പുണ്ട്. അതിന്റെ മുകളിലേക്കാണ്ട് ഇറങ്ങി നിന്ന്, മേഘത്തിന്റെ മുകളിലേക്ക്. എന്നിട്ട് ഒരൊറ്റ തള്ളല. ഇതിൽ നിങ്ങൾ കുറവില്ലല്ലോ. എന്നിട്ടോ
എൻ്റെ ഒരൊറ്റ തള്ളലോണ്ട് വിമാനം ഓസ്ട്രേലിയയിലേക്ക് ഇങ്ങോട്ട് പോകുന്നു. നിങ്ങളപ്പോ അവിടെ തന്നെ ആയിപ്പോയി. ഞാൻ ഈ മേഘത്തിന്റെ മുകളിൽ മേഘരൂപനായിട്ട് ഒറ്റപ്പെട്ട് നിൽക്കുക. കുറച്ച് കഴിഞ്ഞപ്പോണ്ട് മറ്റേ ചങ്ങായി ഗിറ്റാറും വായിച്ചു വരുന്നത്. സ്റ്റീഫൻ ദേവസ് എവിടെയല്ലടോ, അത് ആകാശത്തിൽ നാരദൻ. ഞാൻ എന്നോട് പറഞ്ഞു അനക്ക് വീണ വായന എനിക്ക് പ്രാണവേനാന്ന്. അങ്ങനെയാണ് പഴഞ്ചൊല്ലുണ്ടായത്. അപ്പൊ ഞാൻ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോ എയർ ഇന്ത്യന്റെ ഒരു വണ്ടി വരുന്നത്. അപ്പൊ അകത്ത് പച്ചവെള്ളം കിട്ടൂലെങ്കിൽ തൂങ്ങാനൊക്കെ ബെസ്റ്റാ. അങ്ങനെ ഞാൻ ഇതിന്റെ മുകളിൽ എനിക്ക് മറ്റേ സിനിമ ഓർമ്മ വന്നു, ജയന്റെ കോളിളക്കം. ഞാൻ ഇതിന്റെ മുകളിൽ തൂങ്ങി അങ്ങനെ അവിടെ എത്തിയേ. ഇവിടെ വന്ന എന്തേ? ഇവിടെ കുറച്ച് മലയാളികളുണ്ട് കഷ്ടപ്പെടുന്നേ. അവർക്ക് സ്വാതന്ത്ര്യം ഇല്ല. അതെങ്ങനെയാന്ന് ഇവിടെ ഉള്ളവർക്ക് സ്വാതന്ത്ര്യം ഇല്ലാണ്ടൊക്കെ? അത് നമ്മളെ രാജ്യത്തുള്ളവരല്ലേ മലയാളികളൊക്കെ? അല്ല, ഞാൻ ഇവിടെ കുറെ ഇംഗ്ലീഷുകാരുണ്ടല്ലോ, ഓരെ ഇവിടുന്ന് പറഞ്ഞേക്കാൻ വേണ്ടി വന്നാങ്ങ മലയാളികൾ മാത്രമാക്കാൻ പോവാ അവിടെ. അത് ശരി, ഓരോ നാട്ടിലും ഓരോ ഓടിക്കുക. ഇനി എന്താ അറിയാ, പിന്നെ എനിക്ക് പോകുമ്പോ കുറച്ച് മറ്റേതും കൊണ്ടുപോകണം. എന്തിനാ? കങ്കാരുവിന്റെ മുട്ട. കങ്കാരു പ്രസവിക്കല്ലേ ചെയ്യാ? മുട്ട ഇടുക? പണ്ട് മുട്ട ഇടല്. ഞാൻ പണ്ട് വരുമ്പോ കങ്കാരുവിന്റെ മുട്ടയാണല്ലോ രാവിലെ കഴിക്കല്. ഓംലേറ്റോ? അല്ല, കങ്കാരു മുട്ട എനിക്ക് അറിയില്ല. എന്താ അറിയോ, കേരളത്തിൽ ഇത് കേരളത്തിൽ മറ്റേ ഇത് പ്ലാസ്റ്റിക് നിരോധനം. ഈറ്റകളെ ട്രെയിൻ ചെയ്യിച്ചിട്ട് പീഡിയ പറഞ്ഞു വെച്ചാൽ പിന്നെ ഒരു സഞ്ചിയില്ലാത്ത സാധനമൊക്കെ വാങ്ങി വന്നോളല്ലോ. അങ്ങനെ ഒരു പരിപാടി അതിനെ കൊണ്ടുപോകുകയാണ്. പിന്നെയാണ് എനിക്ക് പോയിട്ട് കുറെ, പിന്നെ മുഖ്യമന്ത്രി ആയിട്ട് ഇനി ഒരു ചർച്ച ഉണ്ട്. എന്താണ് ചർച്ച? കേരളയിലെ അത് നിർത്തിവെച്ചില്ലേ? കേരളയിൽ രണ്ടാമത് വരാൻ പോവല്ലേ. കേരളയിൽ എന്ന് പറഞ്ഞാൽ എന്താ? കേരള റെയിൽ, കണാരൻ റെയിൽ. മുഖ്യമന്ത്രി ഇന്നെ അടുത്ത് വിളിച്ചിട്ട് ഒരു ഒറ്റ ചോദ്യ, എന്നോട് ഇതിന്റെ തലപ്പത്ത് നിൽക്കാൻ ഈ റെയിലിന്റെ മേലെ കൂടെ കയറ്റിയെടുത്ത് പോയാലിരിക്കും. അതൊന്നും അല്ല, എനിക്ക് സ്ഥാനമോ പ്രശ്നം താല്പര്യമില്ലല്ലോ. അതില്ല. ഞാൻ പറഞ്ഞ് നിങ്ങൾ ആരാച്ച വെച്ച് ചെയ്തോളി ഇതെന്ന്. അവസാനം എൻ്റെ അടുത്ത് ഒരു ഒറ്റ ചോദ്യം ചോദിച്ചു, കെ ഞങ്ങൾ എടുക്കട്ടെ എന്ന്. അക്ഷരത്തിലെ കണാരന്റെ കെ. ഞാൻ പറഞ്ഞ അത് എടുത്തോളെ. ഇതെന്താ ഇപ്പൊ ഞാൻ തന്നെ ഇതിന്റെ മുന്നിൽ നിൽക്കണം എന്ന് പറയുന്നത്? ഇത് എത്ര സമയം കൊണ്ടാ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് എത്തുക? എത്ര മണിക്കൂർ? 2 മണിക്കൂർ, 4 മണിക്കൂർ? എന്താ? ഞാൻ കാസർഗോഡ് പോയിട്ട് ഒറ്റ തള്ളൽ തള്ളിക്കഴിഞ്ഞാൽ അത് 10 മിനിറ്റ് കൊണ്ട് തിരുവനന്തപുരത്ത് എത്തും. അത് ശരി. അല്ലാതെ അപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ച് ഇങ്ങോട്ട് ആരാ കൊണ്ടുവരിക? അതിന് ഞാൻ ബോബി ചെമ്മണ്ണൂരിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ രണ്ടാളും കറക്റ്റ് അങ്ങനെയാണെങ്കിൽ. അപ്പൊ എന്നാലും നീ പറഞ്ഞിരിക്കാൻ നേരമില്ല. ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. സന്തോഷം. ആയിക്കോട്ടെ. ഒരു പരിപാടി നല്ലത് തുടങ്ങുമ്പോൾ ഒരു കണ്ണേറ് ഒഴിവാകുമെന്നറിയില്ലേ, അതിങ്ങനെ അങ്ങോട്ട് ഒഴിഞ്ഞുപോയി. എന്തായാലും അടുത്ത തമാശകളുമായിട്ട് കണാരനെ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താണ്. അടുത്ത വീണ്ടും കോമഡികളായിട്ട് നമുക്ക് ഇനിയും കാണാം.